ഉണ്ടാക്കി വൈറൽ സാൻഡ്വിച്ച്. ഇതിന്റെ ടേസ്റ്റും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ കണ്ടിട്ട് ആയോട്ടാ. പെട്ടെന്ന് എടുത്താൽ മതിയോ? യൂസ് ചെയ്തിട്ട് പോയി. ലൈറ്റ് കിട്ടുമോടെ? ചൂടെ വെച്ചാൽ ഓക്കെ. ആദ്യത്തെ റെഡി ആയിട്ട് ഇന്നൊരു വൈറൽ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കാരണം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെയുള്ളൂ, ഇഡ്ഡലിപ്പോട്ട് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും ഇത് തന്നെ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ട്രെൻഡ് തീരാറായിട്ടുണ്ട്. നമ്മളിന്ന് അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഡിന്നറിനാണ് കേട്ടോ അത് കുക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ അത് അതിന് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണത്തിലേ ചെയ്യുന്നുള്ളൂ കേട്ടാ. ഒരെണ്ണം മതിയില്ലേ? അപ്പൊ അതാ ഇഡ്ഡലിപ്പോട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആണ്. ഇപ്പൊ ഇഡ്ഡലിപ്പോട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, ബ്രെഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ടേസ്റ്റാന്നാണ് പറയണത്. ചിലപ്പോ ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇഷ്ടമുള്ള വെജീസ് ഒക്കെ നമ്മുടെ ഇഷ്ടം. എന്തായാലും മുട്ടയും ചിക്കനും ഗാർലിക്കും അതൊക്കെ വേണം. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ആദ്യം വേണ്ടത് ചിക്കൻ, മുട്ട, പിന്നെ നമുക്ക് വെജീസ് ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മളിപ്പോ പറ്റുമൊന്നുമില്ല, വഴുതന വേണോ പറ്റുമോ? ഇല്ല. അപ്പൊ സാൻഡ്വിച്ചിനുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അത് കോമൺ സെൻസ്. ഇഷ്ടമുള്ള ലെറ്റസ് ഉപയോഗിക്കാം, ക്യാബേജ് ഉപയോഗിക്കാം, ക്യാപ്സിക്കം ഉപയോഗിക്കാം. നമ്മളിപ്പോ ക്യാബേജും ക്യാരറ്റും ആണ് ഉപയോഗിക്കാൻ വേണ്ടി പോണത്. അത് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് ഒന്ന് സോട്ട് ചെയ്യണോ? വേണ്ട അല്ലേ? വേണ്ട. അങ്ങനെ കുനൂനാന്ന് അരിഞ്ഞാൽ മതിയോ? ഗ്രേറ്റ് ചെയ്യണോ കുനൂനാന്ന് അരിയണോ? അപ്പൊ അത് ചെയ്യാം. ഇതാ ഞാൻ എടുക്കുന്നത് വെറുതെ തോരൻ വെക്കാറ്. പിന്നെ ഇതാ 3 ഗാർലിക്. പിന്നെ നമുക്ക് വേണ്ടത് 3 എണ്ണം മതിയാ? പിന്നെ മതി. ഉണക്കമുളക് ഇത്രേ വേണ്ടുള്ളൂ. പിന്നെ ഞാൻ തൈര് ചെയ്തിട്ടും പറഞ്ഞാൽ എന്താ അതിന്റെ പ്രോസസ്സിന്റെ പേരെന്താ? ഹങ്കേർഡ് ഉണ്ടാക്കി അവിടെ ഒരു തുണിയിലൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഭയങ്കര എളുപ്പമാണ്. ഇനി കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. എല്ലാരും ഭയങ്കര അടിപൊളി. പിന്നെ ഇതിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള മാറ്റങ്ങൾ വരുത്താം. ചിലർ ചീസ് ഇട്ട് ചെയ്യുന്നുണ്ട്, ചീസ് ഇല്ലാതെ ചെയ്യുന്നുണ്ട്, മയണൈസ് ഇട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റിയെടുക്കാം കേട്ടോ. കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഞങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാൻഡ്വിച്ചാണ് കേട്ടോ ചെയ്യണം. അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് മയണൈസ്. സാൻഡ്വിച്ച് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ നമുക്ക് വെക്കാം. അപ്പൊ പെട്ടെന്ന് എടുത്താൽ മതിയല്ലോ. ഇത് മറ്റേ ഇതിന്റെ വേവും. പിന്നെ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ഉഗ്രനായിട്ട് വരും. ചിക്കൻ അധികം ഇതില്ലല്ലോ ഇത് കേട്ടോ, വേവില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അധികം എരിവ് വേണ്ടല്ലോ. ഇത് കാണാത്തവർക്കും ഉണ്ടാക്കാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. മിക്കവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് 3-4 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കണുണ്ട്. പൊട്ടിച്ചൊഴിക്കട്ടെ? യൂസ് ചെയ്തിട്ട് പോയി. ഇങ്ങനെയാണ് അവര് ചെയ്യണത്. അതിന്റെ അത് പോയല്ല, ചിക്കൻ വേവോ? അത് ഇങ്ങനെ ഉണ്ടിട്ടാ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. ഇനി ഞാൻ വീഡിയോ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഇത് ചെയ്യും. ഒരു തട്ട് മാത്രം ചിക്കൻ കഴുകിയിട്ടിട്. അല്ലെങ്കിൽ ഇടാ കണ്ട ചെയ്തേട്ടാ. 2 ചിക്കൻ, ഒരു ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചാൽ മതിയായിരുന്നു കേട്ടോ ചെയ്തേട്ടാ. കിട്ടൂല. ഇല്ലല്ലേ? ഇതിലൊട്ട് ഒഴിക്കട്ടെ. അങ്ങനപ്പോ ഇത്തിരി കുറച്ച് ഒഴിക്കാൻ പോലെ. വെച്ച് കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി. സെറ്റ് ചെയ്യാനേ. ഇരിക്കോടോ? അതെ, വെക്കട്ടെ. ആവി കയറ്റാൻ വെക്കട്ടെ. കുറച്ചും കൂടി ഇരുന്നാ അത്രയും നല്ലത് കേട്ടോ. നമ്മൾ
ഹങ്കേർഡ് ഉണ്ടാക്കി വെച്ചാൽ അത് കുറച്ചു നേരം കൂടി ഇരുന്നാലാണ് ഒന്ന് ഇതാവുള്ളൂ. പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. ഇത്രയും വെള്ളം ഉണ്ടായി കണ്ട. പരിപാടിയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. സേതുവേട്ടൻ ബട്ടർ ഉണ്ടായില്ല ഇവിടെ, അപ്പൊ ഒരു ചെറിയ ബട്ടർ വാങ്ങാനായിട്ട് പോയതാണ്. കൂടെ ഒരു ഗുമാൽട്ടിക്ക് ഒരു മയണൈസും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ ഒന്നും ശരിക്കും ആവശ്യമില്ല. ബട്ടറും വേണ്ട, സാൻഡ്വിച്ച് സ്പ്രെഡും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത് മാത്രം മതി. ഹങ്കേർഡും വെജീസും നമ്മുടെ ചിക്കനും മുട്ടയും അങ്ങനത്തെ സംഭവങ്ങളും. മയണൈസ് വേണ്ടടി, മയണൈസ് ഇല്ലാതെ ഒരെണ്ണം അങ്ങനെ ചെയ്യാം. ഇത് കണ്ട, ഇത് ഞാൻ ഭയങ്കര ഇതിനേക്കാളും തിന്നായിട്ട് അരിയാൻ പറ്റിയ അത് നല്ലത്. ക്യാബേജും ഒണിയൻ ക്യാരറ്റ് ഞാൻ നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതായാ നോക്കിയാലോ. ഇതെന്തായാലും ആയിട്ടുണ്ട്. മുട്ട ആയിട്ടുണ്ട്. നമുക്ക് ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാ ഓഫ് ചെയ്തിട്ടില്ല. ചിക്കൻ ഒന്ന് നോക്കട്ടെ. ആയിട്ടുണ്ട്. ഇതാ നമ്മള് ഇതാണ്ട നല്ലോണം ആയിട്ടുണ്ട്. ചിക്കൻ അധികം വേവ് വേണ്ട, കറക്റ്റ് കണ്ട. ശരിക്കും ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യാലേ മുട്ട ഇങ്ങനെ ഇഡലിട്ട്. നമ്മളിങ്ങനെ കഴിക്കാറില്ലല്ലോ. ഞാൻ ഇട്ടതാ ഇപ്പൊ. ഇത് വെളുത്തുള്ളി ഭയങ്കര ഫൈനായിട്ടായിട്ടുണ്ട്. ഇതായിട്ടുണ്ട്, സ്റ്റീം ആയിട്ടുണ്ട്. നല്ല മണം അല്ലേ ചിക്കന്റെ. ഈ മോമോസിന്റെ ഒക്കെ ഒരു മണം പോലെ വരുന്നുണ്ടാ. അയ്യോ, ഇന്നലെ ഞങ്ങള് മോമോസ് മേടിച്ചിട്ടുണ്ടായി. നമ്മള് കലൂര് പോയപ്പോ. ഭയങ്കര വൈറൽ കടയാണ് കേട്ടാ. പക്ഷെ ആ മോമോസ് ഉണ്ടല്ലോ, ലച്ചു പറയണ എലിയത്ത മണമായിരുന്നു. അത്രയും ചിക്കൻ കൊള്ളൂലായിരുന്നു. അച്ഛൻ കൊണ്ടേ മാറ്റി. ശരിക്കും പറഞ്ഞാൽ നല്ല വഴക്ക് പറയണം. അതങ്ങനെ സേതുവേട്ടൻ അത് കഴിച്ചോണ്ടാണ് മനസ്സിലായത്. കഴിച്ചില്ല. ഫ്രൈഡ് റൈസിന്റെ ഒപ്പം തന്നു. ലച്ചു ബോബാട്ടി കണ്ടപ്പോ അതില് വീണ് ബോബാട്ടി കുടിച്ചോണ്ടിരിക്കണായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ കട ചിലപ്പോ മനസ്സിലാവും ആൾക്കാർക്ക്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക, പൊടിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 10 ബ്രെഡ്, അതായത് ഒരാൾക്ക് അങ്ങനെയല്ല, 10 ബ്രെഡ് എന്ന് പറയുമ്പോ ഒരു സെറ്റ് 5 എണ്ണം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. 5 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോണത് അല്ലേ? മൊത്തം 5 സാൻഡ്വിച്ച്. പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ എല്ലില്ലാതെ വേണം. അപ്പൊ നമുക്ക് ഇതൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിന്റെ അകത്തിട്ട് അരിയോ? ചെറുതിൽ ഇതും ഇതിന്റെ അകത്തിട്ട് അരിയോ? ഏത് ചിക്കൻ? ഇനി ചിക്കൻ അരക്കാൻ പാടില്ല. ചിക്കൻ ഷെഡർ ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇതില് കുറച്ച് ഇത് ഒഴിക്കട്ടെ. ഇത് കേട്ടാ, ഞാൻ സൺഫ്ലവർ ഓയില് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മയമൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെയാണല്ലോ. ഇതിന്റെ കളർ കുറവായിരിക്കും. നമ്മുടെ കാശ്മീരി മുളകല്ല, എരിവുള്ള മുളകാണ്. കാശ്മീരി ഇല്ല. അതാ ഞാൻ പറഞ്ഞ നോക്കാം നമുക്ക് ഇത് അരച്ചിട്ട് എങ്ങനെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മുളക് അധികം വേണ്ട. ഒരെണ്ണം എടുത്ത് മാറ്റട്ടെ. അതാ ഞാൻ ചെയ്തോട് കൊറേ നേരം ഇല്ലേ ഞാൻ പറഞ്ഞത്. അമ്മ ഉപ്പേരിയിലൊക്കെ ഇടില്ലേ. നമുക്ക് നോക്കാം. അരക്കട്ടെ. നോക്കട്ടെ കേട്ടാ എന്തൊക്കെയാണെങ്കിൽ വേണ്ട. പോരെ, നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഇടട്ടെ. ഇല്ലേ, ഏതട്ടാ. അപ്പൊ നമുക്ക് ഇത് ഇത്രയും മതിട്ടാ. ഇതും ഹങ്കേർഡ് ഒന്നും വേണ്ട, അമ്മക്ക് ഇഷ്ടമുള്ളതല്ല. അപ്പൊ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടാ. ആരും മണം കേട്ട് വന്നിട്ടുണ്ട്. ആണോ? ചിക്കൻ ഇടട്ടെ. അല്ല, നമ്മുടെ ഹങ്കേർഡ് നല്ല നീറ്റ് ആയിട്ടുള്ള തുണി. എല്ലാരും ചുമ്മാ തൈരാണ് ഇടുന്നത്. എല്ലാരും ഞങ്ങള് മേടിച്ചായിരുന്നു കേട്ടാ. മറ്റേ എന്താണ് സെറ്റ്. അപ്പൊ അങ്ങനെ ഇട്ടാ മതി. ഇങ്ങനെ ഇട്ടാ കുറച്ചും കൂടെ നല്ലതാണെന്ന് ചെയ്തിട്ടും പറഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കുറച്ച് ഉപ്പിടണം. ഉപ്പിടട്ടെ. ഉപ്പ് വേണം. ചിക്കനിലൊന്നും ഉപ്പിട്ടിട്ടില്ലടാ. ഇല്ല, ഇത്തിരി ഇടണം. മിക്സ് ചെയ്യാം.
നല്ല മണം വരുന്നുണ്ട് കേട്ടാ. പിന്നെ സാൻഡ്വിച്ചിന് ശരിക്കും കുത്തിയിട്ട് അളക്കടി. പിന്നെ വിസ്ക് ഇതെന്തിനാ നോക്കട്ടെ. പിടിച്ചില്ലേ? എരിവ് ഇത്തിരി കുറവാ. നല്ല ക്രീം. ഓ സവാള ഇത്തിരി കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് തുടങ്ങാം. 1 2 3. നമുക്കിനി ഓരോ ഇതിലും ബട്ടർ തേച്ച് വെക്കാം. ലൈറ്റ് ആയിട്ട് തേച്ചാൽ മതി അല്ലേ ചേട്ടാ? അപ്പൊ അതേ ബ്രെഡ് നമ്മൾ 2 സൈഡും ബട്ടർ ലൈറ്റ് ആയിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് ബ്രെഡ് വെച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇതേ ലാസ്റ്റത്തെ ബാച്ച് ബ്രെഡാണ് കേട്ടോ ഇവിടെ ടോസ്റ്റ് ആയിക്കൊണ്ടിരിക്കണത്. ലൈറ്റ് കിട്ടും അവിടെ വെച്ച്. ഇവിടെ വെച്ചാലല്ലേ. ബ്രെഡ് ടോസ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെയും കഴിക്കാം. അങ്ങനെയും ചിലവർക്ക് ഇഷ്ടമാണല്ലോ. ഇത് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തു കേട്ടോ ബട്ടർ ഇട്ടിട്ട്. നമുക്കിനി എല്ലാ ഫില്ലിംഗ് ഒന്നും നമുക്ക് ആക്കിയാലോ? ഫില്ലിംഗ് എങ്ങനെ ചെയ്യാൻ പോണത്? ചെയ്തിട്ട് പറയണ പോലെ ചെയ്യാം. മയോ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ അതോ മയോ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? കുറച്ച് ചെയ്യണോ? ലച്ചുവിന് എന്താ വേണ്ട? ആണോ? എനിക്ക് ഇത്തിരി മയോ വേണമെന്നുണ്ട്. ബാക്കി എല്ലാവർക്കും സാൻഡ്വിച്ച് സ്പ്രെഡ് മയോ ഉണ്ട് എടുത്തേക്കണത്. ലച്ചുവിന് മയോ വേണോ? ലൈറ്റ് ആയിട്ടൊന്ന് അതിന്റെ ഒരു തേക്കുക. ഇനി എവിടെ സ്പ്രെഡ് വെക്കേണ്ടത്? രണ്ടെണ്ണത്തിലും 2 സൈഡും തേക്കണ്ടേ? വേണ്ട ഇത് കേട്ടോ. തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാത്രത്തിലേക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കട്ടെ. ഇനിയിപ്പോ വേണ്ട ഇതട്ടോ, അല്ലെങ്കിൽ വേസ്റ്റ് ആവും ചിലപ്പോ. ഇനി സ്പ്രെഡ് വെക്കട്ടെ? വേണ്ട മോനെ വേണ്ട. എന്താന്നറിയോ, ചിലപ്പോ അത്ര ആവശ്യം വരില്ല. വെക്കട്ടെ? ഫില്ലിങ് വെക്കട്ടെ? ഫില്ലിങ് ഇവിടെ വെച്ചിട്ട് വെക്ക്, അല്ലെങ്കിൽ നടക്കട്ടെ. കുറച്ചും കൂടി ഫില്ലിങ് വെക്കടി. എല്ലാവർക്കും ഒരു മീഡിയം വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. തികഞ്ഞില്ലെങ്കിൽ എനിക്ക് വയ്യാട്ടോ. ഓക്കെ, ഫില്ലിങ് വെച്ചു, മടച്ചു. ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് 5ാമത്തെ എല്ലാ സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ അവിടെ വെക്ക, പൊടിക്കല്ലേ, എടുത്തോ. അപ്പോൾ വൈറൽ സാൻഡ്വിച്ച് ടേസ്റ്റിംഗ് ടൈം. വെച്ച് എടുത്തോടാ. വെച്ച് കൂടുതൽ നോക്കി എടുക്കണേ. എങ്ങനെയുണ്ട്? ലച്ചുവിന് ഇവിടെ ഇരിക്കണം, അവളെ ഇവിടെ ഇരുത്തണോ? നല്ലതാണോ? വെറുതെ അല്ലല്ലോ ഇത് വൈറലായത്. അടിപൊളി ലുക്കും അടിപൊളി ടേസ്റ്റും.
ആണോ? കൊള്ളാം. ഞാൻ കഴിക്കാൻ പോവാം. കടയിൽ നിന്ന് കഴിക്കണമല്ലേ? കടയിൽ നിന്ന് കഴിക്കണേക്കാട്ടി നല്ലത്. അടിപൊളി. ബ്രെഡ് മിൽക്ക് ബ്രെഡാണ്. അങ്ങനെയുണ്ട്. അതാണോ? ഒന്നും പറയണ്ട. ഒന്നും പറയണില്ല. അത്രയും ടേസ്റ്റ്, അതിന്റെ രുചി തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ആ കേടും പിന്നെ എനിക്ക് ക്യാരറ്റും ക്യാബേജും ഓണിയനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറയണ വെച്ചാൽ നിങ്ങൾ ഇത് ആരെങ്കിലും കാണുന്ന ആൾക്കാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അത്ര അടിപൊളിയാണ്, ഈസിയാണ്. 10 മിനിറ്റ് മതി നമുക്കിത് ചെയ്യാനായിട്ട് കേട്ടാ. കുട്ടികളൊക്കെ വരുമ്പോഴേ അത് പറഞ്ഞോ, ചീസും വേണമെങ്കിൽ വെക്കാം, പക്ഷെ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ലല്ലേ? എനിക്ക് ചീസി പോലെ തന്നെ തോന്നുന്നു. അതിനാൽ എനിക്ക് ആ കേട് ചീസ് വേണമെന്നില്ല. അത് ആഡംബരം ഇല്ലാത്തൊരു പാവം സാൻഡ്വിച്ച. സിമ്പിൾ ബട്ട് പവർഫുൾ. കേൾക്കണ്ടോ? വയറിനറിഞ്ഞു. ചേട്ടനാണെങ്കിൽ എടുത്ത് വെച്ചോ. എന്റെ വയറിനറിഞ്ഞു. ഒരെണ്ണം കൂടെ അങ്ങോട്ട് തട്ടുകയാണ്. എടുത്തോ. ഊണെന്തിടും ഇത് തന്നെ എടുത്തോ. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്യാതെ കഴിക്കാൻ കേട്ടോ. ഒരെണ്ണം ബട്ടറും ഇല്ല, ഒന്നുമില്ല, മയ മാത്രം. എന്ത് ടേസ്റ്റാ! നിങ്ങളെല്ലാരും ഇത് ഉണ്ടാക്കി വെറുതെ അല്ലാട്ട് ഇത് വൈറലായത്. ഇതൊന്ന് കഴിച്ചിട്ട് അതിന്റെയും കൂടെ വേണ്ട. അഭിനന്ദിക്കൂ. നീ യൂട്യൂബ് ഉണ്ടാക്കിയല്ലേ? ടേസ്റ്റി ആയിട്ട് ഞാനല്ലേ ഇത് കണ്ടുപിടിച്ചു വന്നത്. ഞാൻ പറയുമ്പോ ആദ്യമൊന്നും വേണ്ട രാഗി എന്ന് പറയും. ഞാനെല്ലാം ഈസി ആയിട്ടുള്ള കുക്കിംഗ് ആണ്. എനിക്ക് വലിയ പണിയെടുക്കാൻ മടിയാണ്. ഇച്ചിരി അത് മതി. ഞങ്ങക്ക് ഫില്ലിങ് ഇത്തിരി വേണം. എടി എനിക്ക് എന്താടി ഇത് വേണമെങ്കിൽ പോക്കറ്റ് ഷവർമ. അതെ, അതിന്റെ ഫില്ലിങ് മാത്രം. ഫില്ലിങ് വെറുതെ കഴിക്കൂട്ടാ കുട്ടികള്. വെജീസ് ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ലതാ. ക്യാബേജ് ഒക്കെ ഇതിൽ ഉണ്ടോന്ന് തന്നെ സംശയം. കഴിക്കട്ടെ? അതിന്റെയും കൂടെ പറയണേ. ബട്ടർ ഇല്ല. എങ്ങനെയുണ്ട്? കഴിച്ച കറക്റ്റ് നോക്കിട്ടോ. ഇതിന് ഏതാ ചെയ്തന്നെ ഇഷ്ടപ്പെട്ടത്? ഏതാ ആണോ? ബട്ടറൊക്കെ വേണം അല്ലേ? പക്ഷെ കുഴപ്പമില്ല, വേണമെങ്കിൽ കഴിക്കാതെ. ബ്രെഡിന്റെ ടെക്സ്ചറിന് ഒരു മാറ്റം വരും ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലാതെ എല്ലാം അത് ബ്രെഡ് മറ്റേത് ഇത്തിരി ക്രസ്റ്റ് പോലെ ഇരിക്കൂല. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഇത്തിരി ഉഗ്രൻ സാൻഡ്വിച്ച് ഉണ്ടാക്കണം തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ. ഇപ്പോഴും അതെ, യൂട്യൂബ് തുറക്കുമ്പോ തന്നെ ഈ വീഡിയോ ആണ്. അപ്പൊ ആള് ഭയങ്കര നമ്മള് ചെയ്ത പോലെ ചെയ്ത് ആണോ? അപ്പൊ ഹങ്കേർഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് കൂടുതൽ അതൊരു ക്രീമി ടെക്സ്ചർ ആയിട്ട് വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള വെച്ച് ആഡ് ചെയ്ത് നമുക്കിത് അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നിസാരം ബൈരാഗി വരാം. ബൈ. എന്ത് ടേസ്റ്റ് അല്ലേ?
ഇനി മതി അയ്യോ ഒക്കെ കഴിച്ചത്.